This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. എന്റെ മദറായ സജന അബ്ദുല്ല, പ്ലീസ് ഇൻവൈറ്റിംഗ് യു ഓൺ ദ സ്റ്റേജ്. അതേപോലെ തന്നെ BTS ജനിച്ച നാട്ടിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ട് എന്റെ ഫാദർ ഇൻ ലോ എടമ്പലം അബ്ദുല്ല അദ്ദേഹത്തിന്റെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പം പുസ്തകം പരിചയപ്പെടുത്താനും പിന്നെ ബാക്കിയുള്ള കുറച്ച് വിശിഷ്ട അതിഥികളെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. Can we have Danuja Kumari on the stage? Danuja Kumari ആയിരിക്കും ഈ പുസ്തകം കൈമാറുന്നത്. On the stage, please. We are so proud that a Malayali is there in such a great post. Danuja Korean ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മധു ഫ്രം കൊറിയൻ എയർലൈൻസ് ആൻഡ് ഓൾസോ കുണാൽ ഫ്രം മാർക്കോ പോളോ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ വീൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പം ഉപ്പാടെ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ എന്റെ മകളെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു ഫാനാണ് മെഹ്രീൻ. ആൻഡ് can we have Zayan also? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പുസ്തകം ലോഞ്ച് ചെയ്യാം. സോ Mr. Shafiq will be giving the book to Mehreen and Zayan in the presence of Uppa and Umma. Let's you also do it. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു കൊറിയൻ പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. പാട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇസ്മായിലിനെ കൂടെ ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. ഒരു മലയാളി ഒരു കൊറിയയെ പോയിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എഴുതിയതിനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് ഞാൻ ഷഫീഖ് ഭായിന് മൈക്ക് കൊടുക്കുകയാണ്. Assalamu alaikum. Good evening. ഇത് 20 years down the line. ഞങ്ങൾ 2005 ഇവിടെ ഓഫീസ് തുറക്കുന്നത്, റീജിയണൽ ഓഫീസ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് CIS കൺട്രീസ്. അന്ന് ഞങ്ങളൊരു സർവേസ് നടത്തിയിരുന്നു. അന്ന് സർവേ നടത്തുമ്പോൾ കൊറിയ ഇസ് നോൺ ഫോർ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഫുട്ബോൾ. ഇത് മൂന്നാണ് അന്ന് അറിഞ്ഞത്. 10 വർഷം ഡൗൺ ദ ലൈൻ ഇന്ന് ആ രാജ്യം അറിയപ്പെടുന്നത് കുട്ടികൾ. they lead the families. കുട്ടികൾ is at the forefront. K-pop, K-drama ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ ദ സ്കിൻ കെയർ, ലേഡീസ്, വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് ഈ ഫോർഫ്രണ്ടിൽ നിൽക്കുന്നത്. ദാറ്റ്സ് നമ്പർ 2 പോയിന്റ്. പിന്നെ ട്രാവൽ ടു കൊറിയ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ടൂറിസം ഡെസ്റ്റിനേഷൻ. യു നീഡ് ടു ലേൺ എ ലോട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാമെങ്കിൽ 1970 സൗത്ത് കൊറിയ ഈസ് വൺ ഓഫ് ദ പൂറസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. 1953 വാർ കഴിഞ്ഞിട്ട് ബോട്ടം 15 economies ആണ്. They are very poor. By 2024, today they are the 15 powerful economies in the world. So that is how the country has grown in the last 50 years. Now coming back to the book, ഇത് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഫസ്റ്റ് മലയാളി ഗ്രൂപ്പ് ദാറ്റ് കൊറിയ ടൂറിസം ഹാസ് ഡൺ ഇൻ ദുബായ്. ഞങ്ങൾക്ക് ഖത്തറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ബട്ട് ഫ്രോം ദുബായ് ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. അതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കൊറിയൻ എയറിന്റെ മാനേജർ മധു രാമചന്ദ്രൻ ഇന്ന് വരാൻ പറ്റിയില്ല, ട്രാഫിക്കിൽ കുടുങ്ങി പോയി. ഹി വാസ് ഓൺ ഹിസ് വേ, സോ ഹി ഈസ് ഓൾസോ ലോസ്റ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് ടേക്ക് ഓവർ ചെയ്യാണ്. ദേ ഹാവ് നോ ഐഡിയ. കൊറിയ ആർക്കും അറിഞ്ഞൂടാ. റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് ദേ ഓൾ നോ. അങ്ങനെ ഞങ്ങൾ ഒരു ഐറ്റിനറി വർക്ക്ഔട്ട് ചെയ്ത് ഏജും എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഒരു ഐറ്റിനറി വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻസ് അറ്റ് എ വെരി ക്രിട്ടിക്കൽ ടൈം. ദുബായിലെ മഴ, വി ഓൾ ഹേർഡ് അബൌട്ട് ദുബായ് ഫ്ലഡ്സ്. ആ ദുബായ് ഫ്ലഡ്സിലാണ് ഈ ഗ്രൂപ്പ് പോകുന്നതും ആൻഡ് ദേ ഗെറ്റ് സ്ട്രാൻഡഡ് ദേർ. അതിൽ these kids, so I was happy that they got stranded. കാരണം ഈ കുട്ടികൾക്ക് സ്ഥലം ഒന്നുകൂടെ കാണാൻ പറ്റി. And they know the place better.
And that is what is recorded in this book, our experience. So I think ഈ ബുക്ക് നിങ്ങൾക്ക് ഇതിൽ കുറെ പഠിക്കാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് ടൂറിസം. ഈ രാജ്യം എങ്ങനെ 50 years ഇത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ലെസൺ നമ്പർ 1. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവിടുത്തെ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. An average of 10 to 15 schools and universities travel to Korea every year, and we are always helping them out. Industrial inspections ഒക്കെ ആയിട്ട്. So I recommend everybody to go through this book. And Abdullah sir, congrats. Thank you very much for writing this wonderful book. Thank you. Welcome everyone. Yarabandarinen Anyoshika. This is my grandfather's book. Iganin Je Harabaji Chukimida. And I really enjoyed it. And I hope you guys also really enjoy it. Going to Korea was definitely one of the best trips of my life. I really enjoyed everything there. The food, the ambience, the skincare, everything. I am a big fan of K-pop and K-dramas, and that's how I first got introduced to the culture of Korea. And when my parents told me that I was going to Korea, I was so excited I could barely sleep. Yeah. And especially being stranded there for 5 extra days, I'd say it was the most fun time of my life. And to say that it was all captured in a book, it makes me really happy. So I hope you all enjoy this book as much as I enjoyed my travels. Thank you. All right. Thank you so much, Mary. Thank you. Now, Zayan is going to talk about his experience in Korea. Quickly. Hello. Going to Korea was one of my most favorite trips ever. My most favorite part about Korea was definitely the cuisine. And it was a very fun experience. All right. Thank you so much, Zayan. Thank you. Okay. പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഞാൻ എടപ്പാള അബ്ദുള്ളയുടെ മകളായ നസ്രീൻ അബ്ദുള്ള ക്ഷണിക്കുകയാണ്. Assalamualaikum. Good evening everybody. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഒരു ടോപ്പ് 10 ട്രാവൽ ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു കൺട്രി ആയിരുന്നു കൊറിയ. പിന്നെയാണ് കൊറിയൻ ഡ്രാമ, കൊറിയൻ മ്യൂസിക്, പിന്നെ പിള്ളേർ രണ്ടുപേരും ടേക്വാണ്ടോ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൊറിയൻ കൾച്ചറിലോട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ആൻഡ് ഷുബിക് സർ പറഞ്ഞ പോലെ ഒരു ഇത്രയും പുവർ ആയിട്ടുള്ള ഒരു കൺട്രി എങ്ങനെയാണ് അവിടെ നിന്ന് റീബിൽഡ് ചെയ്ത് ഇന്ന് ടെക്നോളജിയുടെ പേരിലും ഈവൻ ദ കൾച്ചർ, ഹൗ ദേ എക്സ്പോർട്ടഡ് ദ കൾച്ചർ, അങ്ങനെ എല്ലാ രീതിയിലും ഹൗ എ കൺട്രി ഹാസ് ഡെവലപ്ഡ് എന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥലമാണ് കൊറിയ. ആൻഡ് ദിസ് ബുക്ക് സാധാരണ ഒരു ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസസ് മാത്രമാണ് അതിൽ എഴുതുക. ഇതിൽ ഇപ്പൊ പൊളിറ്റിക്സിൽ ഭയങ്കര എന്താണ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ. ആക്ച്വലി അതാണ് മെയിനായിട്ട് എന്നെ ഒരു ജേർണലിസത്തിലോട്ട് തിരിച്ച ഒരു ഫാക്ടർ. സോ ആ ഉപ്പാന്റെ പൊളിറ്റിക്സിലെ ഇൻട്രസ്റ്റും ഈ ബുക്കിലുണ്ട്. ഇറ്റ് ട്രേസസ് ദ ഹിസ്റ്ററി ഓഫ് കൊറിയ ആൻഡ് ഹൗ ഒരു എക്കണോമിക് റിസഷൻ വന്നപ്പോൾ ആ കൊറിയക്കാര് ഹൗ ദേ ഹെൽപ്പ് ദിയർ ഗവൺമെന്റ്, അതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഒരു കിറ്റി പാർട്ടി ഫ്രണ്ട്സ് ഉണ്ട്. 20 വർഷത്തിലധികമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. ആൻഡ് അവര് പലപ്പോഴും ട്രിപ്പ് പോകാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കൂടെ പോകുന്നത്, ഓൺലി ബിക്കോസ് ഇറ്റ് വാസ് കൊറിയ. ആൻഡ് അവിടെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വാസ് റിയലി അമേസിങ്. അവിടുത്തെ ആൾക്കാർ നല്ലതായിരുന്നു. ആൻഡ് ഈ ട്രിപ്പില് എല്ലാവരും 60+ ആയിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഒരാളും ലേറ്റ് ആയിട്ടില്ല. ഒരു ഇവന്റും ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടില്ല, ഒരു ലാൻഡ്മാർക്ക് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ ട്രൂലി ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ ടു റീഡ് ദിസ് ബുക്ക് ആൻഡ് ഗെറ്റ് ഇൻസ്പയർഡ് ടു ഗോ ദേർ. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. ഐ ഓൾവേസ് വണ്ടർ, ഈ ഡോക്ടർമാരൊക്കെ എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ ഇവിടെയുള്ള രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണല്ലോ, ഇത്ര ഡോക്ടർമാർ ഒരുമിച്ച് പോകുമ്പോൾ. ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് എവരി വൺ. നമുക്ക് എല്ലാവരും കൂടെ ഒരിക്കൽ കൂടെ ഒരു ഗ്രൂപ്പ് പിക്ചർ കൂടെ എടുത്തിട്ട് ഉപ്പാക്ക് ഞാൻ മൈക്ക് കൊടുക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഇത് ഞങ്ങൾ ഒരു 26 പേര് ഒരു ഫാമിലി ട്രിപ്പായിട്ട് പോയ ഒരു യാത്രയായിരുന്നു ഇത്. ഞങ്ങൾ ഈ യാത്രയിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തിരുന്നത് കാരണം വെച്ചാൽ
ഞങ്ങൾ 26 പേരിൽ 20 പേരും പാട്ടുകാരായിരുന്നു. ബസ്സിലായാലും എയർപ്ലെയിനിലായാലും നടന്നു പോകുമ്പോഴായാലും എല്ലാവരും പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. നല്ല പാട്ടുകാർ മുതൽ ഏകദേശം എന്നെ മാതിരിയുള്ള സാധാരണ പാട്ടുകാർ വരെ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇതിനപ്പുറം കൊറിയ എന്നുള്ള ഒരു രാജ്യത്തെ പറ്റി പറയുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് BTSന്റെയും K-ഡ്രാമകളുടെയും ചിറകിലേറി ലോകത്ത് മുഴുവനും സഞ്ചരിച്ച ഒരു ജനത. അവരുടെ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ ഈ BTSന്റെയും K-ഡ്രാമകളുടെയും ജനങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ലോകോത്തര ബ്രാൻഡുകളായി കാണുന്ന സാംസങ്ങും ഹുണ്ടായിയും LGയും ഒക്കെ കൊറിയയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ്. അതേമാതിരി നമ്മൾ അടുത്ത കാലത്തായി കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് സെമി കണ്ടക്ടർ. കോവിഡ് കഴിഞ്ഞ ശേഷം ലോകത്ത് പല ഉൽപ്പന്നങ്ങൾക്കും പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോഴേക്ക് അതിന്റെ കാരണം പറഞ്ഞത് സെമി കണ്ടക്ടറിന്റെ ഉപയോഗം കൂടുതലായി എന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് 20% സെമി കണ്ടക്ടർ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കൊറിയ. അതേമാതിരി വേറെ പറഞ്ഞ കൊറിയൻ ചരിത്രമാണ്. കൊറിയൻ ചരിത്രത്തെ പറ്റി പറയുമ്പോഴേക്കും യൂറോപ്യന്മാർ പോലും അധിനിവേശത്തിന് ഭയപ്പെട്ടുകൊണ്ടിരുന്ന കൊറിയയെ ജപ്പാൻ എങ്ങനെ അധിനിവേശം നടത്തി എന്നുള്ളതിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതേമാതിരി ജപ്പാന്റെ ക്രൂരത അതൊക്കെ ഈ പുസ്തകത്തിൽ ഓരോന്നായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം, അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ട്രിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ അബ്ദുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അബ്ദുള്ളയെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ ഏത് വിഷയത്തെ പറ്റി നിങ്ങൾ പറയും, അത് വളരെ വിവിഡായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും. അത് കാസർഗോഡുള്ള ഒരു വ്യക്തിയാവട്ടെ, ഒരു പൊളിറ്റീഷ്യൻ ആയിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാവട്ടെ, കൊടുങ്ങല്ലൂരുള്ള ആളുടെ, തിരുവനന്തപുരമുള്ള അദ്ദേഹത്തിന്റെ അത് അവതരിപ്പിക്കുക. അദ്ദേഹത്തിനെ പറ്റി അതിനെ പറ്റിയിട്ട് ഒരുപാട് വിവരം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അമേസിംഗ് ആണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഈ യാത്രകള്. എനിക്ക് ഒരുപാട് പുള്ളിയോട് സംസാരിക്കുക, ഈ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതിന് ഒരുപാട് എനിക്ക് വലിയൊരു നല്ലൊരു അനുഭവമാണ് അതിലുണ്ടായിട്ടുള്ളത്. അപ്പൊ അബ്ദുള്ള ഈ ഒരു ബുക്ക് എഴുതുക എന്നുള്ള അതേപോലെ തന്നെ അത്രയും നന്നായി നമുക്ക് ഞാനത് വായിച്ച ബുക്ക് വായിച്ചപ്പോഴേ എനിക്ക് കൊറിയയിലൂടെ ഒന്നുകൂടി പോയ അനുഭവം മാത്രമല്ല, അതിന്റെ അവിടുത്തെ കുറെ കൂടിയുള്ള അവിടെ അർഫാസ് സൂചിപ്പിച്ച പോലെ ഒരു എക്കോണമി, അവിടുത്തെ സൂചിപ്പിച്ച പോലുള്ള അവിടുത്തെ എക്കോണമി, അവിടുത്തെ പൊളിറ്റിക്സ്, ഇതിനൊക്കെ പറ്റി ഒന്നുകൂടി എനിക്ക് കുറെ കൂടി അറിവ് ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതില് എനിക്കൊന്ന് പറയാനുള്ളത്, ജിയോംബാങ്ങിൽ നമ്മൾ ആ വാട്ടർഫോൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൺലി വാട്ടർഫോൾ ഈ കടലിലോട്ട് ഇവിടെ ഉള്ള കൊറിയയിലുള്ള ഒരു വാട്ടർഫോളാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ അതിന്റെ താഴത്ത് 130 അടിയുടെ താഴത്ത് കല്ലുണ്ട്. അത് കുറച്ച് ഇതൊരു സ്ലിപ്പറി ആയിരുന്നു. അവിടെ ചില ആളുകൾ വീണു എന്ന് പറയുന്നത് കേട്ടു. അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ മാത്രം ഉദ്ദേശിച്ചു. കാരണം ഞാന് അവിടെ ഒന്ന് വീണു. അത് അബ്ദുള്ള അത് മനസ്സിൽ വെച്ചിട്ട് പേര് പറയാതെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഗ്രഹിക്കുന്നില്ല. ഇത് നല്ല ബുക്കാണ്, നല്ലൊരു അനുഭവമാണ് ഇത് വായിക്കുക എന്നുള്ളത്. എല്ലാവരും ഇത് വായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ ജമാൽ. പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ധനുജ കുമാരിയെ ഓൺ ദ സ്റ്റേജ് പ്ലീസ്. ധനുജ കുമാരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടിയിലൂടെ കടന്നു പോയിട്ടാണ് ധനുജകുമാരി ഈ എഴുത്തുകളുടെ വഴിയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ അവർ എഴുതിയ പുസ്തകം കണ്ണൂർ യൂണിവേഴ്സിറ്റി, BA, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ധനുജകുമാരി നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. പുസ്തകം ഏറ്റുവാങ്ങാൻ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ ഷാജി ഹനീഫിനെ ഞാൻ ആക്ച്വലി ക്ഷണിക്കുകയാണ്. ഷാജിക്ക് കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റോജിനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. റോജിൻ ഭായും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ്. എല്ലാവരും അക്ഷരക്കൂട്ടത്തിലുള്ള അഡ്മിൻസും കൂടിയാണ്. അപ്പൊ അക്ഷരക്കൂട്ടത്തിലും ഒരു വലിയൊരു കൈയടി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പുസ്തക പ്രകാശനം നടത്താം. ഇസ്മായിലിനെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇസ്മായിലിക്ക് ബൈ ഡീഫോൾട്ട് നമ്മുടെ ഫാമിലി മെമ്പർ കൂടിയാണ്. അനഹത്ത എന്ന് പറയുന്ന പുസ്തകം അനാഹത എന്ന് പറയുന്ന പുസ്തകം
ഇവിടെ പ്രകാശനം നടക്കുകയാണ്. ധനുജകുമാരി ഈ പുസ്തകം ഷാജി ഹനീഫിന് കൊടുത്തുകൊണ്ടാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. ആദ്യമായി ഞാൻ ധനുജകുമാരിക്ക് മൈക്ക് കൊടുക്കുകയാണ് ടു ടോക്ക് അബൌട്ട്. എല്ലാവർക്കും നമസ്കാരം. ഷാർജ പുസ്തകമേള പോലുള്ള ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറയണത് ഒരിക്കൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല, ചിന്തിച്ചാലോട്ട് എനിക്ക് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അക്ഷരങ്ങളുടെ ലോകത്തൂടെ വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയത്. ഇവിടെ വന്ന് എനിക്ക് എല്ലാവരോടും വളരെ സ്നേഹമുണ്ട്. കാരണം ഞാൻ എപ്പോഴും എടുത്ത് പറയണമെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ എത്രയോ വിദ്യാസമ്പന്നരും എഴുത്തുകാരും എഴുത്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. ഞാനൊരു 9ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ പറയുന്നത് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം. അതുകൊണ്ടിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം. അതിൻ്റെ അപ്പുറം ഒരു ജനതയെ മാറ്റി നിർത്തുന്നത്, ഇപ്പോൾ കെനിയുടെ കാര്യം പറഞ്ഞാൽ ഒരു ജനതയെ മൊത്തം മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ് ഞാനും വന്നത്. അതേ പേരിൽ, ആ പേരിൽ തന്നെ ചെങ്കൽച്ചൂള എന്നുള്ള ഒരു പേരിൽ തന്നെ ഈ ഷാർജ പുസ്തകമേള വരെ എത്തിപ്പെട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനും ഈശ്വരനോട് അനുഗ്രഹം പറയുന്നു. പിന്നെ നമ്മുടെ കഠിനാധ്വാനവും ആരുടെയും മുൻപിൽ നമുക്ക് തോൽക്കാനൊരു മനസ്സില്ല എന്നുള്ളൊരു, നമ്മൾ ജീവിച്ചേ പറ്റൂ. സമൂഹത്തിൽ ജനിച്ചു പോയാൽ നമുക്ക് പിന്നെ ജീവിക്കണം. അതിന് നമുക്കിപ്പോൾ ഒരു വേദി എവിടെ കിട്ടുമെന്നുള്ളത് നോക്കിയിരുന്നാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നൊരു കൂട്ടത്തിൽ മാറ്റി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ എന്തും മാറി നിന്ന് തന്നെ പോകും. എന്തായാലും നിങ്ങളെല്ലാം കാണാൻ പറ്റും. അതിലുപരി എനിക്ക് ഈ പുസ്തകത്തോട് വലിയൊരു താല്പര്യം കൂടെ ഉണ്ട്. ഇനി അടുത്ത് എഴുതുമ്പോൾ എന്നെക്കുറിച്ചുകൂടെ ഒന്ന് എഴുതണം. അപ്പം എന്നെക്കുറിച്ചുകൂടെ എഴുതണം. പിന്നെ ഏറ്റവും സ്നേഹവും ബഹുമാനവും എന്താ പറയുക കടപ്പാടൊക്കെ ഉള്ളത് റോജിൻ സാറിനോടാണ്. റോജിൻ സാറിനോടാണ് ഞാൻ ആദ്യമായിട്ട് ഫോൺ വഴി ഇങ്ങനെ സംസാരിക്കുന്നത്. ദുബായിൽ നിന്നൊരു കോളെന്ന് പറയുമ്പോൾ ഈ 2024 എനിക്കത് സ്വപ്ന തുല്യമായ ഒരു സംഭവമാണ്. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ 1999 പാസ്പോർട്ട് എടുത്ത ആളാണ്. എന്തിനാണ് എടുത്തത് നിങ്ങൾക്കറിയാമോ? ഞാനെടുത്ത് ഒരു വീട്ടുജോലിക്ക് വരാൻ വേണ്ടി എടുത്തതാണ്. സൗദിയിൽ ഒരു വീട്ടുജോലിക്കാരിയായി വരാൻ വേണ്ടി ഞാൻ പാസ്പോർട്ട് എടുത്തത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിൻ്റെ ഒരു എനിക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നേറണം, അതിനൊരു നല്ല ജോലി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് എടുത്തത്. പക്ഷേ അന്ന് എനിക്ക് ഇവിടെ വരണമെങ്കിൽ 60,000 രൂപ നാട്ടിലെ കാശ് കൊടുക്കണം. അന്ന് എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി എനിക്കൊരു ജാമ്യവുമില്ല. പക്ഷെ ഇന്ന് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഈ അക്ഷരമാണ്. ഈ അക്ഷരത്തെ ഓരോ മേഖലയിലുള്ളവരും ഓരോ മേഖലയെ ശ്രദ്ധിക്കപ്പെടും. പക്ഷെ ഈ അക്ഷരത്തിൽ കൂടെ ഇന്ന് എനിക്ക് ദുബായിൽ വരാനും ഷാർജയിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഇന്നും ഞാൻ ഫോണിൽ കൂടെയും വാട്സാപ്പിൽ കൂടെ എല്ലാം എന്നെ ഒരുപാട് പേര് എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതിനൊക്കെ നന്ദിയും കടപ്പാടും എനിക്ക് ചെങ്കച്ചുള്ളക്കാരനാണ് കൂടുതലായിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ചെങ്കച്ചുള്ള എന്ന് പറയുമ്പോൾ അത്രയും സാഹോദര്യ സ്നേഹവും മനുഷ്യരായിട്ടുള്ള കുറേ മനുഷ്യർ ജീവിക്കുന്നതാണ്. എവിടെ മനുഷ്യർ ജീവിക്കും ആ മനുഷ്യർ ഒറ്റപ്പെടും. അവർ സത്യം പറയും, അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും. സത്യം പറയുന്നത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒറ്റപ്പെടും. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ട്. എങ്കിലും വളരെയധികം സന്തോഷം. ഇവിടെ വരെ എത്തിച്ചല്ലോ. ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പുസ്തകം വായിച്ച ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ ഞാൻ പുസ്തകത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ പുസ്തകത്തെ കുറിച്ച് അല്ല പറയാനുള്ളത്. എനിക്ക് ഇവിടെ നിന്ന് സജ്ജനാക്കുള്ളത് പറഞ്ഞാൽ സിസ്റ്റർ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ എങ്കിലും എന്നെ ഇതിന് കൊണ്ടുവന്നത് എൻ്റെ പുസ്തകമാണല്ലോ. എൻ്റെ പുസ്തകത്തിൽ കൂടെ എനിക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും എനിക്കിവിടെ വരാൻ പറ്റില്ല. ഇവിടെ നിന്നല്ല, നാട്ടിൽ പോലും ഒരു പുസ്തകമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയുന്നത്. ആ എന്നെ ഇവിടെ ഷാർജയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും നന്ദിയും കടപ്പാടുകൾ ഓരോരുത്തരോട് ദൈവത്തോട് വളരെയധികം നന്ദിയുണ്ട്. കുറച്ച് എന്ത് പറയാ, എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സ്നേഹവും അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. 2-3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പരിഹാരം. ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ തോൽക്കാതിരിക്കാനായിരിക്കാം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ ഞാൻ എന്ത് ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആയിരുന്നു യഥാർത്ഥമായി ഞാൻ തോറ്റുപോകുന്നത്. ജീവിതത്തിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമില്ല. ജീവിച്ച് കാണിക്കണം. നമ്മൾ ആരുടെ മുമ്പെയാണോ നമുക്ക് നമ്മുടേതായ നിലയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും കുടിക്കുന്നവരെ നമുക്ക് അത് കുറിച്ച് ജീവിക്കാം. കഞ്ഞി വെള്ളമാണെങ്കിൽ കഞ്ഞി വെള്ളം. എനിക്ക് ഈ ഭക്ഷണത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഭക്ഷണം ഇതൊക്കെയാണ്, സാധാരണ ചോറും കറികളൊക്കെ. അതുകൊണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകരുത്. തളർന്നു പോകുന്നത് മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. വിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ കൂടെ മുൻപോട്ട് കടന്നു പോകാൻ പറ്റും. പക്ഷെ ഈ വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിൽ പോലും എഴുത്ത് അതൊരു വലിയ കാര്യമാണ്. ആ എഴുത്തിലൂടെ എത്തിയത്. താങ്ക് യു സോ മച്ച്. ഷാജി ഹനീഫ് പുസ്തകത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാറുണ്ട്. സമയമില്ല കുറിച്ചാണ്. അനാഹതമായ കൃത്രിമത്വമില്ലാത്ത 12 കഥകളുടെ സമാഹാരമാണ് അനാഹത എന്ന് പറയുന്ന സജിതയുടെ പുസ്തകം.
ഡബറുണ്ടായി സജനയുടെ കഥയ്ക്ക് ശേഷം എഴുതിയ മൂന്നാമത്തെ പുസ്തകം. സജനത്ത അക്ഷരക്കൂട്ടത്തിന്റെ പ്രധാന അഡ്മിന്മാരിൽ ഒരാളാണ്. അവര് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും എനർജറ്റിക് ആൻഡ് യങ്ങസ്റ്റ് ആയിട്ടുള്ള ലേഡി എന്ന് പറയുന്ന സൈനത്തെയാണ്. ഈ സ്കൈ ഡൈവ് മുതൽ പിന്നെ സ്കൂബ എല്ലാ സംഗതികളും മറ്റുള്ളവർക്ക് ഭയന്നിരിക്കുന്ന സമയത്ത് പോലെ സജനത്ത ഇടുന്ന ചില വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വളരെ അസൂയാണ്. അതോടൊപ്പം തന്നെ ഇക്കയുടെ മൂന്നാമത്തെ പുസ്തകം തോന്നുന്നത് കൊറിയൻ യാത്രകൾ. അത് വായിച്ചിട്ടില്ല. സൈനത്തയുടെ പുസ്തകം ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് വായിച്ചതാണ്. ഒത്തിരി പറയാനുണ്ട് ഇവർ രണ്ടുപേരെ കുറിച്ച്. കാരണം ഇതൊരു കുടുംബ സംഘമാണ്. അക്ഷരക്കൂട്ടത്തിന്റെയും സൈനത്ത അബ്ദുള്ള കുടുംബത്തിന്റെയും ഒരുപാട് സ്നേഹം, സന്തോഷം. അതോടൊപ്പം തന്നെ അക്ഷരത്തിന്റെ ശക്തിയാണ് ഇരിക്കുന്നത് എൻ്റെ ശേഷി. അപ്പൊ തീർച്ചയായും തിരിച്ചറിയുക, അക്ഷരം ശക്തിയുള്ള അക്ഷരം ഇല്ലാത്തതാണ്. നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമുക്കൊരു വലിയൊരു വിഷമം ഉണ്ടെന്ന് വെച്ചാൽ 3 മിനിറ്റാണ് തന്നേക്കുന്നത്. ഇത്രയും കാര്യം അത് 2 മിനിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് 2 മിനിറ്റാണ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പുസ്തകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു. ഷാജി പറഞ്ഞ 12 പുസ്തകം. ഇതിനകത്ത് 8ാമത്തെ കഥയുടെ ഒരു കറുത്ത ഷർട്ടിട്ട കള്ളൻ ഞാനല്ല കേട്ടോ. അതുകൊണ്ടാണ് ആ കഥയാണ് എന്നെ സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പറയുന്നത്. എനിക്ക് ഇവരോട് വലിയ അസൂയെന്ന് തോന്നുന്നു. കാരണം അബ്ദുള്ളക്കോടും അതുപോലെ തന്നെ സൈന്യത്തോടും ഭയങ്കര അസൂയ തോന്നുന്നു. ഞാൻ ഒരു നല്ല ഭർത്താവല്ല എന്റെ ഭാര്യയ്ക്ക്. കാരണം മറ്റൊന്ന് ഷിജിയോടെ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ അയൽവാസിയാണ്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പരസ്പരം ഊതുവടികളാകുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. പുസ്തകത്തെ കുറിച്ച് പറയാൻ വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് അർഫാസിന്റെ ഭാര്യാമാതാവെന്നുണ്ട് ഒരൊറ്റ കാറ്റഗറിയിലാണ് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് C4-ൽ നിന്ന് ഷക്കീലിന്റെ അവിടെ നിന്ന് പുസ്തകമായി. ആ പുസ്തകത്തിന്റെ പേരാണ് കാരണം ആദ്യമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരുടെ പുസ്തകം. സാധാരണ എഴുത്തുകാരൊക്കെ പല പുസ്തകങ്ങൾ എഴുതിയതിനു ശേഷമാണ് അവരൊരു സമാഹാരം ഇറങ്ങുന്നത്, അവരുടെ പേര് വെച്ച് കൊടുക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്. സജനയുടെ കഥകൾ എന്ന് പറഞ്ഞത് തൊട്ടടുത്ത പുസ്തകത്തിൽ വരുന്നു. അതായത് ഡബർ മുട്ടായി എന്ന് പറഞ്ഞ പേരിൽ തമാശയുണ്ട്. ഇപ്പൊ തന്നെ അനാഗതം മറിച്ച് ഇച്ചൂടെ സീരിയസ് ആയിട്ട് 12 കഥകൾ. നല്ല കൃത്യമായിട്ട് ഷാജി അതൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങളുടെ അക്ഷരക്കൂട്ടത്തിന്റെ ഒരു കുടുംബസംഘമാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്നവരെല്ലാവരും തന്നെ നല്ല മൈക്കും നല്ല വേദി ഉണ്ടെങ്കിൽ സംസാരം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തൽക്കാലം നിർത്തുന്നു. കാരണം അർഫാസിന്റെ കഴുത്തിന് പിടുത്തം എനിക്ക് താല്പര്യമില്ല. താങ്ക് യു റോജിത് ഭായ്. താങ്ക് യു സോ മച്ച്. ഞാൻ സജ്ന അബ്ദുള്ള ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ കൂട്ടുകാരികള്, അക്ഷരക്കൂട്ടം സുഹൃത്തുക്കള്, എല്ലാവരും ഒരുപാട് പരിചയക്കാരും എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാളും എൻ്റെ വേഷത്തിനെ മാച്ച് ചെയ്ത് വന്ന എൻ്റെ കൂട്ടുകാരികളൊക്കെ അനാഹത എന്ന് പറയുന്നത് പോലെ 12 ഇതളുകളുള്ള താമര എന്നാണ്. ആ താമര പോലെ വിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ കിറ്റി ഫ്രണ്ട്സ്, എൻ്റെ അക്ഷരക്കൂട്ട ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ അനാഹത എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ 12 കഥകളാണ് എൻ്റെ പുസ്തകത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് 12 ഇതളുകളുള്ള താമര എന്ന ഒരു പുസ്തകത്തിന് പേരിടാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ, എഴുത്തുകാർക്ക് ഏറ്റവും വലിയൊരു പ്രസവവേദന എന്ന് പറയുന്ന പോലെയാണ് അതിനൊരു പേരിടുക, നല്ല ചേരുന്ന പേരിടുക. അത് എൻ്റെ നാത്തൂനാണ് ഈ ഒരു പേര് പറഞ്ഞു തന്നത്, സീനത്ത്. അപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ട് അതിൽ. കാരണം ഹൃദയചക്രമാണ് അനാഹത. ഒരു ഹൃദയചക്രം, ഹൃദയ താളം. 10 മാസം ഒരു കുട്ടിയെ വയറ്റിൽ പേറുന്ന ഒരു സ്ത്രീയോളം ആർക്കാണ് അറിയുന്നത് ഹൃദയത്തിൻ്റെ താളം? അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ മതി എൻ്റെ പുസ്തകത്തിന്. അതിലുള്ള എല്ലാ കഥകളും സ്ത്രീകളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. പല തലത്തിലും പല ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കുന്ന സ്ത്രീകളാണ്. അതിൽ വളരെ ശക്തിയായവരുണ്ട്. ചെറിയ ഇതുപോലെ കറുത്ത ഷർട്ട്, അതൊരു ചെറിയ തമാശ കഥയാണ്. അതൊരു അനുഭവ കഥയാണ്. അപ്പോൾ അതെൻ്റെ ഇതുപോലെ എൻ്റെ ആങ്ങളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചു അതൊരു കഥയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഥയാക്കിയത്. അങ്ങനെ ചുറ്റും കാണും, നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ തോന്നാം ഇത് ഞങ്ങൾ കണ്ടവരാണല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണല്ലോ എന്നെല്ലാം തോന്നും. ആ വിധത്തിലുള്ള കഥകളാണ്. അപ്പോൾ ഒരു സ്ത്രീകളെ നമ്മൾ കാണുന്നതിനേക്കാളും ഏറെ ശക്തിയുള്ളവരാണ് സ്ത്രീകൾ. അവർക്ക് പലതും ഭൂമിദേവിയോളം സഹിക്കുമെങ്കിലും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാനും എല്ലാം കഴിവുള്ളവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളുടെ കഥകളാണ് ഇതിലുള്ളത്. എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ വന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും, എബികയാണനും ശിവേട്ടനും എൻ്റെ കിറ്റി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം.
ഓൾറൈറ്റ്, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന രണ്ട് പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇസ്മായിൽ ജോർജ്. സജനയുടെ ഈ പുസ്തകം വായിക്കാൻ എടുത്തിട്ട് ആദ്യത്തെ കഥ വായിച്ചപ്പോൾ അല്പം പേടി തോന്നി. കാരണം അതൊരു പ്രേതകഥയാണ്. ഇത്തരം പേടിപ്പിക്കുന്ന പ്രേതകഥകളൊക്കെ എഴുതാൻ സജനയ്ക്ക് സാധിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഉടനെ തോന്നിയത് അതൊരു കഥയിൽ ഒതുക്കാതെ എന്തുകൊണ്ട് അതൊരു നോവലായില്ലെന്ന്. ശരിക്കും ഒരു അപസർപ്പക നോവലൊക്കെ എഴുതാനുള്ള എല്ലാ കഴിവുകളുള്ള ഒരു എഴുത്തുകാരിയാണ്. വായനക്കാരെ പിടിച്ചിരുത്തുന്ന ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഭാഷയിലൂടെ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. സജനയുടെ കഥകളിൽ നിന്നും ഡബ്ബർ മുട്ടായിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ കഥകളൊക്കെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ ഒരു അളവോളം പിന്നെ ആളുകളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ്. എല്ലാവരും ഇത് വായിക്കണം. പിന്നെ അബ്ദുള്ളക്കയുടെ കാര്യം പറയണം. അബ്ദുള്ളക്ക നമ്മളെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലൊക്കെ ഏറ്റവും തമാശയുള്ള സ്പീച്ചൊക്കെ നടത്തിയ ആളുകളെ കയ്യിലെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുസ്തകം വരുമ്പോൾ അദ്ദേഹം വളരെ ഒരു സീരിയസ് എഴുത്തുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും അതിലൂടെ രാഷ്ട്രീയവും ഒക്കെ പറയുന്ന ഒരു സീരിയസ് എഴുത്തുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ എഴുത്ത് ദമ്പതികൾക്ക് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങളുമായി നമ്മളിൽ എത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇവിടെ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി. എൻ്റെ വിമെക്സുകാരെ പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ വിമല ഞാൻ പഠിച്ച കോളേജാണ്. വിമെക്സുകാരെ പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. വിമെക്സുകാർക്ക് ഒരുപാട് സ്നേഹം.